ഡിയർ സ്റ്റുഡൻസ്, ഈ സ്പെഷ്യൽ ടോപ്പിക്സ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ, ഞാൻ അത് ഈ വീഡിയോയുടെ അവസാനം പ്ലേസ് ചെയ്യാം. സ്ട്രാറ്റജി വീഡിയോയാണത്. അത് കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്പെഷ്യൽ ടോപ്പിക്സിൽ കൊടുത്തിട്ടുള്ള പല ഭാഗങ്ങളും നമുക്ക് പ്രിലിംസിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖലകളാണ്. അപ്പോൾ അത് എന്തായാലും പ്രിലിംസിന് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ കുറച്ചൊരു എഫേർട്ട്, ഒരു 10 മിനിറ്റ് കൂടെ എക്സ്ട്രാ ഇടുകയാണെങ്കിൽ മെയിൻസ് നിലവാരത്തിൽ നമുക്ക് ആ ടോപ്പിക്ക് പഠിച്ചു തീർക്കാൻ നോക്കും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. കാര്യം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം കാര്യം ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പണി കുറയ്ക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിലിംസിന് തയ്യാറെടുക്കുമ്പോൾ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറെ ടോപ്പിക്സ് അതിന്റെ കൂടെ കവേർഡ് ആയി പൊക്കോണം. അപ്പൊ മെയിൻസ് പരീക്ഷയുടെ സമയത്ത് കുറച്ച് മാത്രം പഠിച്ചാൽ മതിയല്ലോ. അപ്പൊ ഞാൻ ഇന്നലെ ചെയ്ത സ്ട്രാറ്റജി വീഡിയോ കൃത്യമായും കാണുക. അത് ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് പ്ലേസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ടോപ്പിക്കും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ടോപ്പിക് എന്താ? പ്ലഷർ ഡോക്ട്രൈൻ, അല്ലെങ്കിൽ ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ഇത് ആദ്യമായിട്ടൊന്നും അല്ല PSCയിൽ വരുന്നത്. സിലബസിൽ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഈ ഒരു വേർഡ് വരുന്നത്. പക്ഷെ മുൻപ് PSC പരീക്ഷകളിൽ ഇത് പല പ്രാവശ്യം വന്നിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു മേഖല നമുക്ക് അരച്ച് കലക്കി പഠിക്കാൻ പോവാണ്. പേര് കേട്ട് ഞെട്ടണ്ട, വളരെ ലളിതമായിട്ടുള്ള ഒരു മേഖലയാണ് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. കാര്യം സ്പെഷ്യൽ ടോപ്പിക്സിന്റെ സിലബസ് വന്നതിന് ശേഷം വെരി നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സുകൾ കൊടുത്ത് തുടങ്ങിയിരുന്നു. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്സ് പണ്ട് UPSCക്കോ അല്ലെങ്കിൽ MBAക്കോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഠിക്കുകയോ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസിലും ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജിയിൽ തന്നെയായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. മെയിൻസിന്റെ ക്ലാസ്സുകളും നമ്മൾ ഇപ്പോഴേ കൊടുത്തു തുടങ്ങുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ് അടക്കമുള്ള മേഖലയുടെ ക്ലാസ്സുകൾ. കാര്യം പ്രിലിംസിനും അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പ്രിലിംസിന് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് മെയിൻസിനും കൂടെ അതിന്റെ കൂടെ നമുക്ക് തയ്യാറെടുത്തു പോകാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ. ഈ പ്രീതി എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാട്ടോ. കാര്യം ഇടയ്ക്ക് വെച്ച് ന്യൂസിൽ വന്ന വലിയൊരു പ്രധാനപ്പെട്ട ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. പ്രീതിയെ സംബന്ധിക്കുന്ന കോൺട്രവേഴ്സി അല്ല, അത് കേരള ഗവർണർ, നമ്മുടെ മുൻ ഗവർണർ, അപ്പൊ അദ്ദേഹം ഇടയ്ക്ക് വളരെ വിവാദമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ഞാൻ ഡിസ്മിസ് ചെയ്യും. എന്തുകൊണ്ടാ? മന്ത്രിസഭയിലെ മന്ത്രിമാര് ഗവർണറുടെ പ്രീതി അനുസരിച്ചാണ് ഭരിക്കുന്നത് എന്നുള്ള കാര്യം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹോൾഡ് their office during pleasure of governor എന്ന്. സംഭവം ഇത്രയുള്ളൂ. പ്രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉത്ഭവത്തിൽ നമുക്കൊന്ന് പഠിച്ചു തുടങ്ങാം. ഇതിന്റെ ഉത്ഭവം ബ്രിട്ടീഷ് കോമൺ ലോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കടം കൊണ്ട ഒരു ആശയമാണ് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ. പ്ലഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീതി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. എന്താ ഇതിനർത്ഥം? നമുക്കറിയാം, ബ്രിട്ടനിൽ രാജാവാണ് എല്ലാത്തിനും മുകളിലുള്ളത്, അല്ലെ? അപ്പൊ രാജാവ് പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ രാജാവ് പറയുന്നതാണ് ധർമ്മം. രാജാവിന് അപ്പുറത്തോട്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ സിവിൽ സർവൻസ് വർക്ക് ചെയ്യുന്നത് മുഴുവൻ രാജാവിന് അണ്ടറിലാണ്. അപ്പൊ രാജാവിന് ഒരു ഡിസ്പ്ലഷർ, അപ്രീതി തോന്നിക്കഴിഞ്ഞാൽ സിവിൽ സർവൻസിനെ അല്ലെങ്കിൽ ആരെയാണെങ്കിലും രാജാവിന് പിരിച്ചുവിടാൻ പറ്റും. അതുകൊണ്ട് ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും സിവിൽ സർവന്റ് ആണെങ്കിലും ഭരിക്കുന്നത് രാജാവിന്റെ പ്ലഷർ അനുസരിച്ചായിരിക്കണം. രാജാവിന് എന്ന് ഒരു അപ്രീതി, ഡിസ്പ്ലഷർ തോന്നുന്നു അന്ന് അവരെ പുറത്താക്കാം. മുൻകൂർ നോട്ടീസും കൊടുക്കണ്ട, അഡ്വാൻസ് ഒന്നും കൊടുക്കണ്ട, ചുമ്മാ ചവിട്ടി അങ്ങ് പുറത്താക്കാം. എന്ത് കോൺട്രാക്ട് ഉണ്ടെങ്കിലും ശരി, അതൊക്കെ രാജാവിന് ബ്രേക്ക് ചെയ്യാം. ഇതാണ് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ബിക്കോസ് ബ്രിട്ടനിൽ രാജാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടൻ ഓഫ് ജസ്റ്റിസ്, നീതിയുടെയും ന്യായത്തിന്റെയും ധർമ്മത്തിന്റെയും എന്തോ അങ്ങേ അറ്റത്തെ സാധനമാണ്. അതൊരു എന്താ പറയാ, കൊളോണിയൽ റെലിക് എന്ന് പറയും, അല്ലെ? കൊളോണിയൽ കാലഘട്ടത്തിന്റെ ഒരു അവശിഷ്ടമാണ്. നമ്മൾ ഇന്ന് അതിനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ ബ്രിട്ടനിലെ സിസ്റ്റം അങ്ങനെ ആയിരുന്നു. അപ്പം ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിച്ചത്, അല്ലെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു, പിന്നെ ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഭരിക്കാൻ തുടങ്ങി. അപ്പൊ അതൊക്കെയാണ് ഈ ഡോക്ട്രിൻ ഓഫ് പ്ലഷറിന്റെ ഉത്ഭവം. നമുക്കറിയാം, ചാർട്ടേഡ് ആക്ട് 1833 നമ്മൾ വിശാലമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഈ ഒരു ഡോക്ട്രിൻ ഓഫ് പ്ലഷറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അന്ന് ഇന്ത്യയിൽ സിവിൽ സർവൻസിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ സിവിൽ സർവൻസിനെ പോലും ചവിട്ടി പുറത്താക്കാനുള്ള അധികാരം ആർക്കായിരുന്നു? ബ്രിട്ടനിലെ എല്ലാവരും രാജാവിന്റെ ആ ഒരു പ്ലഷർ അനുസരിച്ച് വേണം വർക്ക് ചെയ്യാൻ.
ക്ഷമിക്കണം, ചുമയുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് മോഡുലേഷനിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിദ്ധാന്തം ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്ന് പഠിക്കാം. ആ കോണ്ടെക്സ്റ്റിൽ കേരളത്തിലുണ്ടായ കോൺട്രവേഴ്സീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും സിലബസ് ഈ ഒരു വേർഡിങ് വന്നിട്ടുള്ളത്. ഓക്കെ, എഗെയിൻ ഇതൊരു പുതിയ മേഖലയല്ല. സ്ഥിരമായി UPSC-യിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വരും, എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഒറിജിൻ ആണ്, നമുക്ക് മനസ്സിലായി. ബ്രിട്ടനിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. പക്ഷെ ഇത് ലാറ്റിൻ ഫ്രേസിൽ നിന്ന് വന്ന, എന്താ ലാറ്റിൻ ഫ്രേസ്? ഡ്യുറാൻഡെ ബെനെ പ്ലസിറ്റോ, അല്ലെങ്കിൽ ഡ്യുറാൻഡെ ബെനെ പ്ലസിറ്റോ റെജിസ്. റെജിസ് അല്ലെങ്കിൽ റെജിസൈഡ്, റെഗാലി എന്നൊക്കെ വെച്ചാൽ രാജാവ് എന്നുള്ള മീനിങ് ആണ്. രാജാവിന്റെ പ്ലഷർ അല്ലെങ്കിൽ ഡ്യൂറിങ് പ്ലഷർ ഓഫ് കിങ് എന്നൊക്കെയുള്ള മീനിങ് ആണ്, രാജാവിന്റെ പ്രീതി. അപ്പൊ ഇതൊരു പക്ഷെ ചോദിച്ചേക്കാം. അപ്പൊ ഈ വാക്കിന്റെ എറ്റിമോളജിക്കൽ ഒറിജിൻ, നിരുക്തി എന്ന് പറയുന്നത് ലാറ്റിൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. പക്ഷെ ഈ നിയമം ബ്രിട്ടീഷ് കോമൺ ലോയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അന്ന് ലാറ്റിൻ ഹോളി ലാംഗ്വേജ് ആണ്. ഇന്ത്യയിലെ സംസ്കൃതം എങ്ങനെയാണോ, ഇപ്പൊ കേരളത്തിലെ മാതൃഭാഷ മലയാളമായിരുന്നു, പക്ഷെ ഇവിടുത്തെ എന്താ പറയാ, ഔദ്യോഗിക ഭാഷ ഒരു കാലത്ത് സംസ്കൃതമായിരുന്നു, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ബ്രിട്ടനിലെ ഭാഷ ഇംഗ്ലീഷ് ആണ്, പക്ഷെ അവിടുത്തെ രാജഭാഷയായിട്ടൊക്കെ പലപ്പോഴും, അല്ലെങ്കിൽ ആ ഒരു ഹോളി ഡിവൈൻ ലാംഗ്വേജ് ലാറ്റിൻ ആയിരുന്നു, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഒറിജിൻ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ചാർട്ടേഡ് ആക്ടിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനുശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സെക്ഷൻ 240 ഡോക്ട്രൈൻ ഓഫ് പ്ലഷറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ എവിടെ നിന്ന് വന്നു, ഏത് ഭാഷയിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇത് എവിടെയൊക്കെയാണ് കണ്ടിരുന്നത്, സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഭരണഘടനയിലുണ്ട്, അതിന് മുമ്പ് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഡോക്യുമെന്റ്സിൽ അത് വന്നിട്ടുള്ളത് ചോദിക്കാം. അപ്പൊ ചാർട്ടേഡ് ആക്ട് പറയാം 1935. ഇതൊക്കെ നമുക്ക് സ്ഥിരം PSC ചോദ്യങ്ങളല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. അതുമായി ഒന്ന് ലിങ്ക് ചെയ്ത് പഠിച്ചാൽ മതി, അല്ലെ? കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ടോപ്പിക് പഠിക്കുമ്പോൾ ഇപ്പൊ PSC ചോദിക്കുന്നത് അതിന്റെ മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ചാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ടോപ്പിക് ആണെങ്കിൽ പോലും നമ്മൾ അതിന്റെ ഹിസ്റ്ററി പഠിക്കണം. അതിന് ജോഗ്രഫിക്കൽ ഡയമെൻഷൻ കാണും, എക്കണോമിക്കൽ ഡയമെൻഷൻ കാണും, കോൺസ്റ്റിറ്റ്യൂഷൻ ഡയമെൻഷൻ കാണും. നമ്മളെല്ലാം പഠിച്ചു പോകണം. കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം പഠിക്കുകയല്ല നമുക്ക് വേണ്ടത്. അങ്ങനല്ല ഇപ്പം ചോദ്യങ്ങൾ വരുന്നത്, നിങ്ങൾക്കറിയാം. അനലിറ്റിക്കലായി പഠിക്കാം. അപ്പൊ നമ്മൾ അതിന്റെ ചരിത്ര പശ്ചാത്തലം കണ്ടു. ഇനി നമുക്ക് അതിന്റെ ഭരണഘടനാപരമായ പശ്ചാത്തലം ഒന്ന് പഠിച്ചാലോ? PSC ചോദിച്ച ചോദ്യം ഇതാ: ഏത് ആർട്ടിക്കിളിലാണ് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ നമ്മൾ കാണുന്നത്? അതായിരുന്നു ചോദ്യം. ആർട്ടിക്കിൾ 310 ആണ് അന്ന് കൊടുത്തിരുന്നത്. പക്ഷേ ഭരണഘടനയിലെ പല ആർട്ടിക്കിൾസിലും ഡോക്ട്രൈൻ ഓഫ് പ്ലഷറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് മറ്റ് ആർട്ടിക്കിൾസ് എന്ന് നമുക്ക് നോക്കിയാലോ? നമുക്ക് ആദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളിൽ തന്നെ പോവാം. അത് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഇടയ്ക്ക് വെച്ച് മുൻ ഗവർണർ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് വേണമെങ്കിൽ നാളെ അല്ലെങ്കിൽ എനിക്ക് ഏത് നിമിഷവും മന്ത്രിസഭയെ പിരിച്ചുവിടാം, കാര്യം ഇവരൊക്കെ ഭരിക്കുന്നത് എന്റെ പ്ലഷറിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുള്ളൂ. പക്ഷെ പിന്നീട് അത് തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ ഒരു കറണ്ട് അഫയേഴ്സുമായി ലിങ്ക് ചെയ്ത് നമ്മൾ എല്ലാം പഠിക്കാം. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ മുൻ ഗവർണർ ഏത് ആർട്ടിക്കിളിനെയാണ് കൂട്ടുപിടിച്ചത് നമുക്ക് നോക്കാം. എല്ലാം ഭരണഘടനാപരമാണല്ലോ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 164. ഇപ്പം PSC സബ്സെക്ഷൻസും ചോദിക്കുന്നുണ്ട്. പണ്ട് 164 മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ 164 സബ്സെക്ഷൻ 1 അങ്ങനെ തന്നെ പഠിക്കാം. ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചീഫ് മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്, മറ്റ് മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. പക്ഷേ ബേസ്ഡ് ഓൺ ദ അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്ററിന്റെ ഉപദേശപ്രകാരമാണ് ഗവർണർ മറ്റ് മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അല്ല ഗവർണർക്ക് തോന്നുന്ന പോലെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ചീഫ് മിനിസ്റ്റർ തീരുമാനിക്കുന്നത് ധനകാര്യമന്ത്രി ആരാണ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണെന്നൊക്കെ. ചീഫ് മിനിസ്റ്റർ പറയുന്ന അഡ്വൈസ് ഗവർണർ കേട്ടേ പറ്റൂ. അപ്പോൾ അപ്പോയിന്റിങ് അതോറിറ്റി ഗവർണർ ആണെങ്കിലും ഇൻഫാക്ട് ഗവർണർ റബ്ബർ സ്റ്റാമ്പ് ആണെന്ന് പലപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ഗവർണർക്ക് റിയൽ പവർ ഇല്ല. ഇത് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഗവർണറിന് ഒരു റിയൽ പവർ ഇല്ല. ഗവർണർ ചീഫ് മിനിസ്റ്റർ പറയുന്ന അനുസരിച്ചിട്ടാണ് മിക്കവാറും ഒക്കെ കാര്യങ്ങൾ ചെയ്യാം. സ്വന്തമായി ഡിസിഷൻ മേക്കിംഗ് പവർ വളരെ കുറവാണ് ഗവർണറിന്. അതുകൊണ്ട് ചീഫ് മിനിസ്റ്റർ പറയുന്ന ആളെ മാത്രമേ ഗവർണർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മന്ത്രിയായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ
അത്രയും കാര്യങ്ങൾ ആർട്ടിക്കിൾ 164(1) പറയുന്നുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടെ ഒരു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് മിനിസ്റ്റർ ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിങ് പ്ലഷർ ഓഫ് ഗവർണർ. നമ്മൾ ബ്രിട്ടനിൽ പറഞ്ഞ പോലെ ബ്രിട്ടനിൽ സിവിൽ സർവൻസിൽ ആരാണെങ്കിലും രാജാവിന്റെ പ്ലഷർ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാജാവിന് എപ്പം അപ്രീതി തോന്നിയാലും അപ്പോഴേ അയാൾ ചവിട്ടി പുറത്താകും. അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സ് ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് പ്ലഷർ ഓഫ് ഗവർണർ എന്ന് പറയുന്നുണ്ട്. ഇത് പിടിച്ചാണ് കേരള ഗവർണർ അന്നങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇത് തെറ്റാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫിലോസഫിക്കൽ ഡോക്യുമെന്റ് ആണ്. ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് ഇതിന്റെ എക്സിക്യൂഷൻ, എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് തീരുമാനിക്കുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട് മിനിസ്റ്റർ ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിങ് പ്ലഷർ ഓഫ് ഗവർണർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്ലഷർ എന്ന് പറയുന്നത് പലതിനും വിധേയമാണ്, ആബ്സല്യൂട്ട് പ്ലഷർ അല്ല. ഓക്കെ, ഇപ്പൊ ഗവർണർ രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ നമുക്ക് ഇറക്കി വിടാം, അല്ലെങ്കിൽ ഗവർണർ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുകയാണ് ഇന്ന് നമുക്ക് ചീഫ് മിനിസ്റ്ററെ പുറത്താക്കിയാലോ, കാരണം ഇവരെല്ലാം എന്റെ പ്ലഷറിലാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ തോന്നിയാൽ ഗവർണറെ പുറത്താക്കാൻ പറ്റൂ? ഇല്ല. ഇതിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ പ്ലഷർ എന്ന് വെച്ചാൽ പേഴ്സണൽ പ്ലഷർ അല്ല, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്ലഷർ അല്ല, പൊളിറ്റിക്കൽ പ്ലഷർ ആണ്. നമുക്ക് അതിന്റെ കാര്യമൊക്കെ താഴോട്ട് പഠിക്കാം. അതാണ് ദ പ്ലഷർ റെഫേർഡ് ഹിയർ ഈസ് നോട്ട് പേഴ്സണൽ ബട്ട് പൊളിറ്റിക്കൽ. യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗവർണറിന് പ്ലഷർ ഉണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഇൻ റിയാലിറ്റി ചീഫ് മിനിസ്റ്റർ പറയാണ് ഓക്കെ ആ മന്ത്രിയെ പുറത്താക്കണമെന്ന് ചീഫ് മിനിസ്റ്റർ പറഞ്ഞാൽ മാത്രമേ ഗവർണറിന് ഒരു മന്ത്രിയെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സെൻട്രൽ മോഷൻ ഒക്കെ വേണം. അത് വേറൊരു കാര്യമാണ്, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്താ? ഗവർണറിന്റെ പ്രീതിക്ക് അനുസരിച്ച് വേണം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ഗവർണറിനെ വരെ പുറത്താക്കാം. പക്ഷെ ഈ റിയാലിറ്റി യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ചീഫ് മിനിസ്റ്റർ പറയണം ആ മന്ത്രിയെ പുറത്താക്കണം. ചീഫ് മിനിസ്റ്ററുടെ ഉപദേശപ്രകാരം മാത്രമേ ഗവർണറിന് ഒരു മന്ത്രിയെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അന്ന് ഭയങ്കര പ്രശ്നമല്ലായിരുന്നു. എനിക്ക് ഫിനാൻസ് മിനിസ്റ്ററെ നാളെ തന്നെ പുറത്താക്കണം എന്ന് ഗവർണർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ പുറത്താക്കാൻ പറ്റിയോ? പറ്റിയില്ല. അപ്പൊ അതാണ് ഇതൊക്കെ സുപ്രീം കോടതി ജഡ്ജ്മെന്റുകളുണ്ട്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ടോപ്പിക് പഠിക്കുമ്പോൾ ജഡ്ജ്മെന്റുകൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് എക്സ്ട്രാ കിട്ടും. ആ ജഡ്ജ്മെന്റ് ഞാൻ താഴെ പറഞ്ഞുതരാം. So in short, Governor of Indian state cannot remove minister on his own. സെറ്റ് ആണല്ലോ. അപ്പൊ ഡോക്ട്രിൻ ഓഫ് പ്ലഷറിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞത്. പക്ഷെ പല സ്ഥലത്തും ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ. നമുക്ക് അതും കൂടെ ജസ്റ്റ് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ അല്ലെങ്കിൽ ആ ഒരു പ്ലഷർ, അതിന് അധികാരം ആരുടെ കയ്യിലായിരിക്കുന്നത്? സ്റ്റേറ്റിൽ, സംസ്ഥാനത്തിൽ അതിരിക്കുന്നത് ഗവർണറിന്റെ കയ്യിലും കേന്ദ്രത്തിൽ ഇരിക്കുന്നത് പ്രസിഡന്റിന്റെ കയ്യിലുമാണ്. യെസ്, എക്സിക്യൂട്ടീവ്സിന്റെ ഹെഡാണ്. സെൻട്രൽ എക്സിക്യൂട്ടീവിന്റെ ഹെഡാണ് പ്രസിഡന്റ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ ഹെഡാണ് ഗവർണർ. അപ്പൊ എക്സിക്യൂട്ടീവിന്റെ ഹെഡിന്റെ കയ്യിലാണ് ഇതൊക്കെ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കേന്ദ്രത്തിലേക്ക് പോയാലോ. നമുക്ക് സംസ്ഥാനത്ത് മാത്രമല്ല കേന്ദ്രത്തിലും ഉണ്ട് പിടി എന്ന് പറയുന്ന പോലെ കേന്ദ്രത്തിലേക്ക് ഒന്ന് പോവാം. ഇതേ ആർട്ടിക്കിളിന്റെ കേന്ദ്രം സെന്ററിലെ വെർഷൻ ആണ് ആർട്ടിക്കിൾ 75 സബ്സെക്ഷൻ 2. ശ്രദ്ധിക്കുക, പണ്ടൊക്കെ ആണെങ്കിൽ ആർട്ടിക്കിൾ 75 മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ആർട്ടിക്കിൾ 75 സെക്ഷൻ 1 സെക്ഷൻ 2 ഒക്കെ പഠിക്കണം. ഈ പറഞ്ഞ സെക്ഷൻ 2-നകത്താണ്. അപ്പൊ ആർട്ടിക്കിൾ 75 സെക്ഷൻ 2-ലാണ് പറയുന്നത് സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് പ്ലഷർ ഓഫ് പ്രസിഡന്റ്. സംസ്ഥാനത്ത് എങ്ങനെയാ? സംസ്ഥാനത്തെ മന്ത്രിമാര് ഓഫീസിലിരിക്കുന്നത് ഡ്യൂറിംഗ് പ്ലഷർ ഓഫ് ഗവർണർ ആണ്. പക്ഷേ സെൻട്രൽ ഗവർണറിന് പകരമാണല്ലോ പ്രസിഡന്റ്. അവിടെ മന്ത്രിമാരിരിക്കുന്നത് ഡ്യൂറിംഗ് പ്ലഷർ ഓഫ് പ്രസിഡന്റ് ആണ്. ഒരേ കാര്യം തന്നെയാണ് രണ്ട് ഡിഫറെന്റ് ആർട്ടിക്കിൾസിൽ പറയുന്നത്. ഇപ്പം നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷന് കുറെ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ബ്രിട്ടനിൽ ക്രൗൺ, അവിടുത്തെ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി, ക്രൗണിന് ഇക്വലന്റ് ആണ് ഇന്ത്യയിൽ പ്രസിഡന്റിന്റെ സ്ഥാനം. മനസ്സിലായല്ലോ. അപ്പം ക്രൗൺ ഇൻ ഓഫീസ് എന്ന് പറയുന്ന പോലെയാണ് ഇന്ത്യയിൽ പ്രസിഡന്റ് ഇൻ ഓഫീസ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള അധികാരങ്ങളൊക്കെ ഇവിടെ പ്രസിഡന്റിനുണ്ട്. മനസ്സിലായല്ലോ. രാജാവിന് അവിടെ പാർഡൺ കൊടുക്കാൻ ഇന്ത്യയിലും പ്രസിഡന്റിനാണ് പാർഡനിങ് അതോറിറ്റി ഉള്ളത്. അവിടെ രാജാവാണ് സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ്, ഇന്ത്യയിൽ പ്രസിഡന്റ് ആണ്. അവിടെ രാജാവിനാണ് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഉള്ളത്, ഇന്ത്യയിൽ പ്രസിഡന്റിനാണ്. അപ്പം അവിടുത്തെ രാജാവിന്റെ കാര്യങ്ങൾ കുറെയൊക്കെ ഇന്ത്യയിലായിട്ടുള്ള പ്രസിഡന്റിനാണെന്നുള്ള കാര്യം ഓർക്കാം. അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 75 സെക്ഷൻ 2 കണ്ടു. നമുക്കിനി മറ്റ് ഒരു ആർട്ടിക്കിൾ നോക്കാം. കാര്യം PSC ചോദിക്കുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ്
ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ക്യാൻ ബി ഒബ്സർവ്ഡ്, അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ പറഞ്ഞിട്ടുള്ള ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയെന്നായിരിക്കും PSC ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്മൾ എല്ലാ ആർട്ടിക്കിൾസും കുറച്ച് ആർട്ടിക്കിൾസ് അല്ലേ നിങ്ങൾ പഠിച്ചോ. ഇത് പ്രിലിംസിന് എന്തായാലും വരുന്ന ടോപ്പിക്കാണ്. പല പ്രാവശ്യം പ്രിലിംസിൽ ഗവർണർ എന്നൊരു ടോപ്പിക് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണത്. അപ്പോൾ ആർട്ടിക്കിൾ 155 ആണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. ഇവിടെ നമ്മൾ പറയുന്ന സിമ്പിൾ കാര്യമാണ്. ആർട്ടിക്കിൾ 155 ഒക്കെ പണ്ട് തൊട്ടേ PSC ചോദിച്ച് പദം വന്ന ആർട്ടിക്കിൾസ് ആണ്. പക്ഷെ ഇപ്പം നമ്മൾ മറ്റൊരു ഡയമെൻഷൻ പഠിക്കണം. പണ്ട് PSC ചോദിക്കുന്നത് എങ്ങനെയാ, ഗവർണറിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചെയ്ത് ആർട്ടിക്കിൾ 155 നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ആർട്ടിക്കിൾ 155 ഉണ്ടോ? ഉണ്ട്. കാര്യം പ്രസിഡന്റ് ആണ് ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ കടുവയെ പിടിക്കുന്ന കിടുവ എന്ന് പറയുന്ന പോലെ സംസ്ഥാനത്തെ മിനിസ്റ്റേഴ്സ് ഗവർണറിന്റെ പ്ലഷറിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ ഗവർണറിന്റെ തലപ്പത്തുള്ളതാണ് പ്രസിഡന്റ്. അപ്പൊ ഗവർണർ വർക്ക് ചെയ്യുന്നത് പ്രസിഡന്റിന്റെ പ്ലഷറിലാണ്. ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് അപ്പോയിന്റ് ബൈ ദ പ്രസിഡന്റ് ആൻഡ് ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് പ്രസിഡന്റ്. മനസ്സിലായില്ലേ? അപ്പം ഗവർണർ ശരിയല്ലെന്ന് തോന്നുവാണെങ്കിൽ പ്രസിഡന്റ് അദ്ദേഹത്തെ റിമൂവ് ചെയ്യാം. അപ്പൊ ആ ഒരു ഹൈറാർക്കി ഓർക്കുക. പ്രസിഡന്റിന്റെ പ്ലഷറിലാണ് ഗവർണർ വർക്ക് ചെയ്യുന്നത്. ഈ ഗവർണറിന്റെ പ്ലഷറിലാണ് പാവപ്പെട്ട സ്റ്റേറ്റിലെ സിവിൽ സർവൻസും അല്ലെങ്കിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ വർക്ക് ചെയ്യുന്നത് അതിനുണ്ടല്ലാണ്. ഓക്കെ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. പ്രസിഡന്റിന്റെ പ്ലഷർ കുറച്ചും കൂടെ പവർഫുൾ ആണ്. ഇപ്പം ചീഫ് മിനിസ്റ്റർ പറയുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ പറയുകയാണെങ്കിൽ പ്രസിഡന്റിനെ ഏത് നിമിഷം ഏത് ഗവർണറിനെ തട്ടുകളയാം. കാര്യം ഗവർണറിനെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഗവർണറിന്റെ ഓഫീസിന് പല ലിമിറ്റേഷനും ഉണ്ട്. ഗവർണറെ ചുമ്മാ അങ്ങ് അപ്പോയിന്റ് ചെയ്യില്ലേ സെൻട്രൽ ഗവൺമെന്റ്, ജനപ്രതിനിധിയല്ല ഗവർണർ. അതുകൊണ്ട് തന്നെ ഗവർണറിനെ ചവിട്ടി പുറത്താക്കണമെങ്കിൽ ചീഫ് മിനിസ്റ്ററെ ചവിട്ടി പുറത്താക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. ഓക്കെ, അത് നമുക്ക് പിന്നൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. നമുക്കിനി PSC ചോദിച്ച ചോദ്യത്തിലേക്ക് പോയാലോ. PSC ചോദിച്ചത് ആർട്ടിക്കിൾ 310 പറ്റിയാണ്. സെക്ഷൻ 1, ഇത് മറക്കല്ലേ. ഇതിലും ഡോക്ട്രിൻ ഓഫ് പ്ലഷറിനെ പറ്റി പറയുന്നുണ്ട്. അന്ന് ചോദിച്ചത് 301 301 പറയുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ. സിവിൽ സർവൻസ് എന്ന് പറയുമ്പോൾ പട്ടാളത്തിലെ ആൾക്കാരാവാം, ഡിഫൻസ് സർവീസിലെ ആവാം, അല്ലെങ്കിൽ സിവിൽ സർവീസസിലെ ഓൾ ഇന്ത്യ സർവീസസിലെ ആവാം, സെൻട്രലിലെയോ സ്റ്റേറ്റിലെയോ സിവിൽ പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥരാവാം. ഇവരാരാണെങ്കിലും സെന്ററിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവര് പ്രസിഡന്റിന്റെ പ്ലഷറിന്റെ അണ്ടറിലാണ്. സ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർ ഗവർണറുടെ പ്ലഷറിന്റെ അണ്ടറിലാണ്. ഇതിന് ആർട്ടിക്കിൾ 310 പറയുന്ന കാര്യം ഇതാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ റിമൂവ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് അല്ലെങ്കിൽ ഗവർണർക്കാണെന്നുള്ളതാണ്. ഇത് പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. മറ്റൊരു ചോദ്യമാണ്, നമുക്ക് പണ്ട് കേരള ഗവർണൻസിനകത്ത് അല്ലെങ്കിൽ സിവിക്സിനകത്തൊക്കെ വരുന്നതാണ് ബ്യൂറോക്രസി അല്ലെങ്കിൽ സിവിൽ സർവീസസ് ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടുത്തെ അതേ പോയിന്റ് തന്നെ നമ്മളിവിടെ പഠിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പുതിയതുണ്ട്. പക്ഷെ പല കാര്യങ്ങളും പണ്ട് നമ്മൾ പഠിച്ചത് തന്നെയാണ്. നിങ്ങൾ നേരത്തെ പ്രിപ്പറേഷൻ ആരംഭിച്ചൊരു വ്യക്തിയാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 311 ഇമ്പോർട്ടന്റ് ആവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആർട്ടിക്കിൾ 310 പറയുന്നത് എന്താ? സിവിൽ സർവൻസ് കേന്ദ്രത്തിലാണെങ്കിൽ പ്രസിഡന്റിന്റെയും സംസ്ഥാനത്താണെങ്കിൽ ഗവർണറുടെയും പ്ലഷറിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് IAS ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ വന്ന് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ല പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോണ്ടേ? പ്രസിഡന്റോ ഗവർണറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോണ്ടേ? നമ്മളിട്ട ഡ്രസ്സ് ഗവർണർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഗവർണർ വന്നിട്ട് ഓക്കെ എനിക്ക് നിന്നെ കാണുമ്പോൾ ഡിസ്പ്ലഷർ തോന്നുന്നു, നീ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയി ചൊറിയും കുത്തിയിരിക്കണ്ടേ? ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് ഒരു സിവിൽ സർവന്റ് ആയത് വേസ്റ്റ് അല്ലേ? അല്ല. അതുകൊണ്ടാണ് പറയുന്നത് സിവിൽ സർവൻസിന് പല ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവരെ ചുമ്മാ പുറത്താക്കാൻ ഒക്കത്തില്ല. ഇതൊക്കെ തിയറിയാ. അതായത് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത് വെറും തിയറി. അതിന് പല ലിമിറ്റേഷൻസും ഉണ്ട്. ചുമ്മാ ഗവർണറിനോ പ്രസിഡന്റിനോ ഒരു സിവിൽ സർവന്റിനെ പുറത്താക്കാൻ ഒക്കത്തില്ല. ആർട്ടിക്കിൾ 311 കോൺസ്റ്റിറ്റ്യൂഷൻ, COI മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയില് സിവിൽ സർവൻസിന് പല സേഫ് ഗാർഡ്സും കൊടുക്കുന്നുണ്ട്, പല പരിരക്ഷയുമുണ്ട്. നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ ജോലി ചെയ്യാനുള്ള പരിരക്ഷ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തരുന്നുണ്ട്, പ്രത്യേകിച്ചും ഓൾ ഇന്ത്യ സർവീസസിലൊക്കെയുള്ള ആൾക്കാർക്ക്. അതായത് ചുമ്മാ ഒരാളെ റിമൂവ് ചെയ്യാൻ ഒക്കത്തില്ല, സിവിൽ സർവീസിലുള്ള ആൾ ചുമ്മാ റിമൂവ് ചെയ്യാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് പറയാനുള്ളത് എന്താന്ന് നമ്മൾ കേൾക്കണം. ഇപ്പൊ IPS കാരനെ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഹിയറിംഗ് ഉണ്ട്. IPS കാരൻ വരും, അയാൾക്ക് പറയാൻ എന്താന്നുള്ളത് ഒരു ബോർഡ് കേൾക്കണം, എന്നിട്ട് മാത്രം അയാൾ റിമൂവ് ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള പരിരക്ഷ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട. ഇതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് വിധേയമാണ്.
ഓക്കെ, ഇതൊന്നും അബ്സല്യൂട്ട് അല്ല. ബ്രിട്ടണിൽ ഇതൊരു കാലഘട്ടത്തിൽ ആബ്സല്യൂട്ട് ആയിരുന്നു. രാജാവിന് ഒരാളെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കടക്ക് പുറത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ അയാളെ പുറത്താകാം. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ആബ്സല്യൂട്ട് അല്ല, പലതിനും വിധേയമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയ ഉണ്ട്, മറ്റൊരു ഏരിയ. ഞാനിത് കുറച്ച് സ്പീഡിനാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്, ബിക്കോസ് നിങ്ങൾ കുറച്ച് സമയം യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യാവോ, മാക്സിമം സമയം പോയി പഠിക്കണം. എന്നിട്ട് ഈ ക്ലാസ് മാക്സിമം റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഞാൻ ഒരു സ്പീഡിന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്പീഡ് കുറച്ചൊന്ന് കണ്ടാൽ മതി. ഓക്കെ, നമുക്കിനി ഇവിടെ വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഏരിയ ഏതൊക്കെയാണെന്നുള്ളതാണ്, അല്ലേ? ഇൻ വിച്ച് ഓൾ ഏരിയാസ് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഈസ് ഇൻവാലിഡ്. ഡോക്ട്രിൻ ഓഫ് പ്ലഷറിന് ബന്ധമില്ലാത്ത സംഭവം എന്തൊക്കെയാണ്? അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാ? ജഡ്ജിമാർ, സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലൊക്കെ ജഡ്ജിമാര്, അവർക്ക് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഉണ്ട്. ആരുടെ ഔദാര്യത്തിലല്ല ജഡ്ജിമാരെ വർക്ക് ചെയ്യുന്നത്, ജഡ്ജിമാരുടെ ഒരു പവർ എന്നാണ്. അവരെ പുറത്താക്കണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പെടും. ഈ പ്ലഷർ ഡോക്ടറിന് അങ്ങോട്ട് കൊണ്ട് ചെന്നിട്ട് ഒക്കത്തില്ല. സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്, അല്ലെങ്കിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇതൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റുകൾ. അതുകൊണ്ട് ഇവരൊന്നും പ്രസിഡന്റിന്റെയോ ഗവർണറിന്റെയോ പ്ലഷറിന്റെ അടിസ്ഥാനത്തിലല്ല വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ എന്ന് പറയും. ഇവർക്ക് ഇത്രയും കാലം ഇവരെ ഓഫീസിൽ നിന്നും അങ്ങനെ പുറത്താക്കാൻ ഒക്കത്തില്ല. അവർ അത്രയും പവർഫുൾ ഓഫീസറാണ്. അപ്പൊ അതൊരു എക്സെപ്ഷനാണ്, നമ്മൾ കണ്ടു. അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ട്, ഇപ്പം ഗവർണറിന് പ്രഷർ ഉണ്ട്, പ്രസിഡന്റിന് പ്രഷർ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരാളുടെ ജാതി, എനിക്ക് നിന്റെ ജാതി ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് നിന്റെ മതം ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് നിന്റെ നിറം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിന്റെ ജെൻഡർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് ആരെയും പുറത്താക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാൻ ഡോക്ട്രിൻ ഓഫ് പ്ലഷറിന് പറ്റത്തില്ല. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 14, 15 അതിനൊന്നും വയലേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ചുമ്മാ നിങ്ങൾ ആലോചിച്ച്, ഡോക്ട്രിൻ ഓഫ് പ്ലഷർ വളരെ പവർഫുൾ ആണ്. ബ്രിട്ടനിൽ രാജാവിന് പറ്റുമായിരിക്കാം, പക്ഷെ ഇന്ത്യയിൽ ഗവർണറിനോ പ്രസിഡന്റിനോ പോലും പറ്റത്തില്ല. പ്രീതി, പ്ലഷർ എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? പക്ഷെ ഇവിടെ പറയുന്ന പ്ലഷർ പേഴ്സണൽ പ്ലഷർ അല്ല, വ്യക്തിപരമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ജൂറിസ്പ്രുഡൻസിലേക്ക് നമ്മൾ കൂടുതൽ അങ്ങ് ഇറങ്ങി പോകണ്ട, ആകെ വട്ടാവും. നമ്മൾ ഏറ്റവും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണെന്ന് മാത്രം പഠിച്ചിട്ട് പോവാം. അപ്പം പേഴ്സണൽ പ്ലഷർ അല്ല, പൊളിറ്റിക്കൽ പ്ലഷർ ആണെന്നുള്ള കാര്യം മനസ്സിലായി. നമുക്കിനി കുറച്ച് ബേസിക് കേസ് സ്റ്റഡികളും കൂടെ പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഫിനിഷ് ചെയ്യാം. കാര്യം ഇനി നിങ്ങൾ നോക്കിക്കോ, PSCയിൽ ഇപ്പൊ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് PSCയുടെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ LSTS മെയിൻസ് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇത് വളരെ റിസർച്ച് ബേസ്ഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. മാത്രമല്ല PSC ഇപ്പം വളരെ പ്രെഡിക്റ്റബിൾ ആണ്. അവർ സിലബസ് ആ ടൈപ്പാണ്. നമ്മളൊരു യൂണിവേഴ്സിറ്റി നിലവാരത്തിൽ, UPSC നിലവാരത്തിൽ പഠിക്കുക. കൃത്യമായിട്ടുള്ള ഫോക്കസ് ഏരിയകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് PSC സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് തന്നെയാണ് നമുക്ക് റാങ്ക് അടിക്കാൻ വരുന്ന ചോദ്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിത് നിങ്ങൾ പഠിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ എത്ര പേര് പഠിക്കും? അതാണ് പ്രശ്നം. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പഠിക്കുള്ളൂ. അപ്പൊ ഈ വീഡിയോ തന്നെ ഫുൾ കണ്ടു തീർത്തിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ടായിരിക്കും? കാര്യം പുതിയ പാറ്റേണിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പുതിയ പാറ്റേണിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും കേട്ടോ. അത് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുക. കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോഴും ആ ഒരു ശൈലി ഉൾക്കൊണ്ടിട്ടുള്ളൂ. യെസ്, അതുകൊണ്ട് കേസ് സ്റ്റഡീസ് പണ്ട് ഇതൊന്നും പഠിക്കേണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇപ്പം കേസ് സ്റ്റഡികൾ പഠിക്കണം. കേശവാനന്ദ ഭാരതി കേസ്, മിനറോമിൽ കേസ് ഒക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഡോക്ട്രിൻ ഓഫ് പ്ലഷറിനെ സംബന്ധിക്കുന്ന 3 പ്രധാനപ്പെട്ട കേസ് സ്റ്റഡികളും നിങ്ങൾ പഠിച്ചേ പറ്റൂ. കേസ് സ്റ്റഡി നമ്പർ 1 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബീഹാർ വേഴ്സസ് അബ്ദുൾ മജീദ് 1954. ഇതിലാണ് സുപ്രീം കോടതി ഒരു കാര്യം പറയുന്നത്. ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ഇന്ത്യയിലുണ്ട്, സമ്മതിക്കുന്നു. അത് ബ്രിട്ടണിൽ നമ്മളെ കടം കൊണ്ടിട്ടുള്ളതാണ്, സമ്മതിക്കുന്നു. പക്ഷേ അത് അപ്പാടെ കോപ്പി പേസ്റ്റ് ചെയ്തതല്ല. ഇവിടെ നോട്ട് ബീൻ അഡോപ്റ്റഡ് ഇൻ ഇറ്റ്സ് എൻറ്റയർറ്റി. ബ്രിട്ടനിൽ രാജാവിന് എന്തും ചെയ്യാം. ഹീസ് ദ ഫൗണ്ടേഷൻ ഓഫ് ജസ്റ്റിസ്, ഹി ക്യാൻ ഡു എനിത്തിങ്. പക്ഷെ ഇന്ത്യയിൽ അത്രയും സംഭവങ്ങളൊന്നും ഇന്ത്യയിലില്ല. ഇറ്റ് ഈസ് നോട്ട് അഡോപ്റ്റഡ് എൻറ്റയർറ്റി. ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിനനുസരിച്ച് പരുവപ്പെടുത്തിയ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ആണ് ഇന്ത്യയിലുള്ളത്. ഇവിടുത്തെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് ഡിഫറെന്റ് ആണെന്ന് പറയുന്നുണ്ട്. അവിടെ രാജാവിന് എന്തും കാണിക്കാം, പക്ഷെ ഇന്ത്യയിലെ പ്രസിഡന്റിനോ ഗവർണറിനോ എന്തും കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട്. അതേ കാര്യം തന്നെയാണ് തുളസിറാം പട്ടേൽ കേസിലും സുപ്രീം കോടതി ഒരാവർത്തിയുടെ ഒന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നത്. അതായത് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത്
ഒരു പണ്ടത്തെ ജന്മി വ്യവസ്ഥ, ഫ്യൂഡൽ ഏജ്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തെ ഒരു അവശിഷ്ടമല്ല. ബ്രിട്ടനിൽ എന്താ, അത് ബ്രിട്ടീഷ് ക്രൗണിന്റെ ഒരു അധികാരമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ അത് പബ്ലിക് പോളിസിയുടെ ഭാഗമാണ്. അതായത് സ്ക്രൂട്ടണി കാണും. ചുമ്മാ ബ്രിട്ടനിൽ രാജാവിനെ തോന്നിയവശം കാണിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ അങ്ങനെ തോന്നിയവശം കാണിക്കാൻ ഒക്കത്തില്ല. പബ്ലിക് പോളിസിയുടെ ഭാഗമാണ്. ഓക്കെ, പൊതു നയത്തിന്റെ ഭാഗമാണത്. അപ്പൊ ഇതിനൊക്കെ ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഈ യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് ബൽബീർ സിംഗ് കേസ് ചരിത്ര പ്രധാനമായ ഒരു കേസാണ്. ഇതിലാണ് പറയുന്നത്, സുപ്രീം കോടതി പറയുകയാണ്, ദ കോർട്ട് ഹാസ് ദ പവർ ടു എക്സാമിൻ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓർ ഗവർണർ ഇൻ ദ കേസ് നേവി. നമ്മൾ നേരത്തെ കണ്ടു, ഇപ്പം പല കാര്യത്തിലും പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും സാറ്റിസ്ഫാക്ഷൻ, പ്ലഷർ ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് തോന്നിയ പോലെ പ്ലഷറിനോ സാറ്റിസ്ഫാക്ഷനോ ചെയ്യാൻ ഒക്കത്തില്ല. കോൺസ്റ്റിറ്റ്യൂഷന് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ജുഡീഷ്യൽ റിവ്യൂ ഇവരെടുക്കുന്ന ഒരു തീരുമാനം, ഇപ്പം നമുക്കറിയാം, എമർജൻസി പ്രഖ്യാപിക്കണമെങ്കിൽ പ്രസിഡന്റ് സാറ്റിസ്ഫൈഡ് ആവണം എമർജൻസി പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യത്തിൽ. ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കാര്യം ആബ്സല്യൂട്ട് ഒന്നുമല്ല. സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇടപെടാം, ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാണെന്നാണ് പറയുന്നത്. അതുതന്നെയാണ് പ്ലഷറിന്റെ കാര്യം. അപ്പൊ ഈ 3 കേസുകൾ ഒന്ന് പഠിച്ചു വയ്ക്കാം. എനിക്കറിയാം ഇന്നത്തെ ക്ലാസ് ഒരു പുതിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾ അധികം കണ്ടിട്ടില്ലാത്തൊരു മേഖലയാണ്. പക്ഷെ നമുക്കിനി അങ്ങോട്ട് 10th +2 ഡിഗ്രി ലെവൽ 3 ലെവലിലും ചെറുപറാന്ന ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ്. സോ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ രീതിയിൽ കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. കാരണം എനിക്കറിയില്ല നിങ്ങൾ എത്ര പേർക്ക് ഈ ഒരു പാറ്റേണിൽ പഠിക്കാൻ നിങ്ങൾ റെഡി ആണെന്ന് എനിക്ക് അറിയത്തില്ല. റെഡി ആയിട്ടുള്ള ആൾക്കാരെ കമന്റ് സെക്ഷനിൽ പറയാം. ഇതുപോലെ ധാരാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കാര്യം പ്രിലിംസിനും മെയിൻസിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷിയാണ്, അല്ലെ? ഒറ്റ പഠിത്തത്തിൽ നമുക്ക് എല്ലാം സെറ്റാക്കാൻ പറ്റും. ഞങ്ങളുടെ ബാച്ചസിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ടെലിഗ്രാം മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു, ബൈ.